നല്ലൊരു കടച്ചക്കയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. കടച്ചക്ക കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് തേങ്ങാപ്പാലെല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചോറിലേക്കും ചപ്പാത്തിയിലേക്കും എല്ലാം മാച്ചായിട്ടുള്ള ഒരു കറിയാണിത്. അതിനായിട്ട് കടച്ചക്ക എടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ മേൽഭാഗം എല്ലാം ചെത്തി കളഞ്ഞതിന് ശേഷം മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കുക്കറിലിട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത്. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു വിസിലെല്ലാം വരുമ്പോഴത്തേന് റെഡിയായി കിട്ടും. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു വിസിലെല്ലാം വരുമ്പോഴത്തേന് റെഡിയായി കിട്ടും. ഇനി സ്റ്റവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു വലിയ ഉള്ളിയും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി വഴന്ന് വന്നതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 തക്കാളിയാണ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത്. ഒത്തിരി പുളിയുടെ ആവശ്യമില്ല ഈ കറിയിലോട്ട്, അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേവിച്ച് വെച്ച കടച്ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങ വറുത്തരച്ചിട്ട് അങ്ങനെ വെക്കാം, തേങ്ങ പച്ചയ്ക്ക് അരച്ചിട്ട് അങ്ങനെയും വെക്കാം. ഇതാവുമ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ലപോലെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് മതിയാവും. ഒത്തിരി അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെയാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കിയിട്ട് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ടിന്നിൽ വാങ്ങിച്ചിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ്. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷ് തേങ്ങയുടെ പാലെടുത്തിട്ട് ഒഴിക്കുകയാണെങ്കിലും കുറച്ചും കൂടിയും കറിക്ക് ടേസ്റ്റ് കൂടും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഈ സമയത്ത് മഞ്ഞളും ഉപ്പൊക്കെ നോക്കിയിട്ട് അതെല്ലാം ഇട്ട് കൊടുക്കാം. അവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. നല്ല തിക്കായിട്ട് തന്നെ കറി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കടച്ചക്കട റെസിപ്പിയാണത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ.